ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി കിടുക്കൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ അനാമിക കൊടുത്ത കേസ് അത് പരിഗണിക്കാൻ വേണ്ടിയിട്ട് നരസിംഹ വക്കീലിനെ പോയി കാണുകയാണ് കേട്ടോ, മുത്തശ്ശനും അതുപോലെ അനിയും കൂടെ. അപ്പോൾ വക്കീൽ ഇപ്പോൾ കേസൊന്നും എടുക്കുന്നില്ല എന്നും അതുകൊണ്ട് കൊച്ചുമോൻ നവീനാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്നും പറയുകയാണ്. അങ്ങനെ നവീൻ വക്കീലിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ആ കേസ്. നവീൻ വക്കീലാണ്, നല്ല അടിപൊളി മിടുക്കം വക്കീലാണ്. അങ്ങനെ പരാജയത്തിൻ്റെ രുചിയൊന്നും അറിഞ്ഞിട്ടുള്ള ആളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഈ കേസും വാദിച്ച് ജയിക്കും. അതൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണെന്നും ഈ കേസിന് വാദിച്ച് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പണി തന്നെ ഉപേക്ഷിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മിടുക്കനായ നവീൻ വക്കീൽ നയനയുടെയും ആദർശിൻ്റെയും ഒക്കെ കൂടി സകല തെളിവുകൾ സംഘടിപ്പിച്ച് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് നമ്മുടെ അബിക്കെതിരെയുള്ള തെളിവുകളെല്ലാം കിട്ടുകയാണ് വക്കീലിന്. കാരണം അബിയാണ് ഈ അനാമികയെ പ്രകോപിപ്പിച്ച് ഈ ഇൻ്റർവ്യൂ കൊടുത്തതും കേസ് കൊടുത്തതും ഇതിലെല്ലാം ഇളക്കി കൊടുത്തതെന്നുള്ള വിവരം കോൾ റെക്കോർഡ്സിൽ നിന്നൊക്കെ കിട്ടുകയാണ്. അങ്ങനെ അബിയുടെ കള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരുമ്പം മുത്തശ്ശിയും അതുപോലെ തന്നെ അനിയും എല്ലാവരും ഈ വിവരം അറിയുകയാണ്. മുത്തശ്ശനാണ് അബിയെ പൊളിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മുത്തശ്ശൻ മൊത്തം വിഷമത്തിലാണല്ലോ. മുത്തശ്ശിയെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് എന്തായാലും ഈ കേസ് ജയിച്ചേ പറ്റുള്ളൂ. എന്നാൽ ഒരു തരി പണം പോലും നമുക്ക് വേണുവിനും രേവതിക്കും കൊടുക്കണ്ടെന്ന് മുത്തശ്ശി പറയാണ്. ആവശ്യമില്ലാതെ അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് ഈ പണം എത്താൻ പാടില്ല. എനിക്കെതിരെ കൂടി അവർ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് പരിചയമുള്ള കാര്യമൊന്നും അല്ലെങ്കിലും നല്ല മനപ്രയാസവും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിലും വെറുതെ ഒന്നും ആ വേണുവിനും രേവതിക്കും ഒന്നും പണം കൊടുത്ത് ഒഴിവാക്കണമെന്ന് പറയുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എത്ര കോടി വേണേലും ഞാൻ കൊടുക്കാം. തന്നെ ഈ കേസിലേക്ക് അവർ വലിച്ചഴിച്ച് താൻ ഈ കേസും കോടതിയൊക്കെ ആയിട്ട് നടക്കണമല്ലോ എന്ന് ഓർക്കുമ്പം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുക, അങ്ങനൊന്നും കൊടുക്കാനൊന്നും പോകണ്ട. നമുക്ക് ഈ കേസ് നടത്തി തന്നെ ജയിക്കണം. അവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ നിരത്തി അത് നടത്തി തന്നെ നമുക്ക് ജയിക്കണം എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, നരസിംഹ വക്കീലിനെ പോയി കാണാം. നമ്മുടെ പഴയ കേസുകളെല്ലാം വാദിച്ചുകൊണ്ടിരുന്നത് വക്കീലാണ്, വളരെ മിടുക്കനായ വക്കീൽ തന്നെയാണ് എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ അനിയൻ കൂട്ടിക്കൊണ്ട് നരസിംഹ വക്കീലിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ഞാനിപ്പം ഈ കോടതിയിൽ പോകാറേ ഇല്ല. ഞാൻ ആ കോട്ടൊക്കെ ഊരി വെച്ചിരിക്കുക. കാരണം ഇപ്പം എൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രായമൊക്കെ ഇത്രയായില്ലേ, ആഗ്രഹിക്കുന്നിടത്തൊന്നും മനസ്സെത്തുന്നില്ല. എൻ്റെ ബുദ്ധിക്കൊക്കെ ഒരു മങ്ങലുണ്ട് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ, അയ്യോ അങ്ങനെയൊന്നും പറയരുത്. തന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, വസുന്ധരയെ കൂടി ഈ കേസിലേക്ക് ആ വേണുവും രേവതിയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് താൻ തന്നെ വാദിച്ച് ജയിക്കണമെന്ന് പറയാണ്. അപ്പം നരസിംഹ വക്കീൽ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ വാദിച്ച് ജയിച്ചില്ലെങ്കിലും താൻ പേടിക്കേണ്ട, എനിക്ക് പകരം മറ്റൊരാളെ ഞാൻ ഈ കേസിൽ ഏൽപ്പിക്കാമെന്ന് പറയണേ. എൻ്റെ കൊച്ചുമോൻ നവീൻ, അവൻ ഭയങ്കര മിടുക്കനാണ്. എൻ്റെ കൊച്ചുമോനായതുകൊണ്ട് പറയല്ല, ഇതുപോലുള്ള ക്രിമിനൽ കേസുകളൊക്കെ വാദിച്ച് ജയിക്കുന്നത് അവൻ സ്ഥിരമാണ്. അവൻ ഏറ്റെടുത്ത ഒറ്റ കേസ് പോലും അവൻ തോറ്റുപോയിട്ടില്ല. തൻ്റെ ഈ കേസ് വായിക്കാൻ ഇപ്പം എന്നെക്കാളും നല്ലത് അവൻ തന്നെയാണ്. അവനെ ഞാനിതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നവീൻ വക്കീൽ വരികയാണ്. വരുമ്പം മുത്തശ്ശനെ കാണുമ്പോൾ അയ്യോ അങ്കിളാണോ വന്നത്, അനിയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരും ഒക്കെ ആയിട്ട് സൗഹൃദ സംഭാഷണത്തിൽ നിൽക്കുമ്പോഴാണ് നരസിംഹ വക്കീൽ ഈ കേസിൻ്റെ കാര്യം പറയുന്നത്. അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയാണ് കേസ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുക. അപ്പോൾ ഈ വക്കീൽ ചോദിക്കുന്നുണ്ട് അനിയോട്, താനല്ലേ ഉള്ളൂ ആ പെൺകുട്ടിയെ വഴി വെച്ച് തല്ലുള്ളൂ. ഒരു പെൺകുട്ടിയെ വഴി വെച്ച് തല്ലുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര മോശമായില്ലേ, അത് കേസിനെ വല്ലാതെ ബാധിക്കും. അതാ ഇപ്പം അവർക്ക് രക്ഷയായിരിക്കുന്നതെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നില്ല, അത് മാത്രമല്ല, അതേ അവളുടെ അച്ഛന് വേണുവിനിട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തു. അത് അവരുടെ വക്കീലിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് കൊടുത്തത് എന്ന് പറയാം. അപ്പം നരസിംഹ വക്കീൽ പറയുന്നുണ്ട് കേട്ടോ, ശരി, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേസിനെതിരായിട്ട് വരും. അതിനൊക്കെ നല്ല തെളിവുകൾ വേണം. പിന്നെ അവരുടെ കയ്യിൽ ആ തെളിവൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ വച്ച് അവർ വാദിച്ച് ജയിക്കാൻ നോക്കും. ആരാണ് എതിർഭാവം വക്കീലെന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദഗോപനാണെന്ന് പറയുക. അയാളെപ്പോലെ ഒരു ജന്മം കേരളത്തിലെ ക്രിമിനലുകളെ എല്ലാം വാദിച്ച് രക്ഷിക്കാൻ നടക്കുന്ന ഒരുത്തനാണ്. പണം മാത്രമേ ഉള്ളൂ അയാളുടെ ലക്ഷ്യം. ഇതുപോലുള്ള കള്ളക്കേസുകളൊക്കെ ഏറ്റെടുത്ത് വാദിക്കുക, ജയിക്കുക എന്നുള്ള അയാളുടെ ലക്ഷ്യം. എത്ര ക്രിമിനലുകളെയാണ് അയാൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയിരിക്കുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്തേക്ക് ഞാൻ വന്നതെന്ന് പറയുമ്പം
നരസിംഹ വക്കീൽ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമോൻ ഇതെല്ലാം ചെയ്തോളൂ എന്ന് പറയാം. അപ്പം നവീൻ വക്കീലും പറയുന്നുണ്ട്, ശരിയാ, ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തോളാം. ഏതായാലും അവൾ ഇങ്ങനെ ഒരു കേസല്ലേ കൊടുത്തത്, ആ വീട്ടിലെ മുതിർന്ന മുത്തശ്ശിയെ, പാവം മുത്തശ്ശിയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അങ്ങനെയുള്ളപ്പം ഇത് വാദിച്ച് ചെയ്യേണ്ടത് നമ്മുടെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ അല്ലേ, അത് ഞാനങ്ങ് ഏറ്റെടുത്തിരിക്കുക. ഈ കേസിൽ ഇനി ഞാനെങ്ങാ തോറ്റുപോയ ഈ പണി ഞാനിവിടെ നിർത്തുമെന്ന് പറയാണ് കേട്ടോ നമ്മുടെ നവീൻ വക്കീൽ. അങ്ങനെ നല്ല മിടുമിടുക്കനായ വക്കീലാണ് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, സമയമുള്ളപ്പോൾ മോൻ വിളിച്ചാൽ മതി, അനി വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും, പിന്നെ തെളിവുകളൊക്കെ തരും എന്ന് പറയാണ്. ശരി, നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശനും അനിയും കൂടി. അപ്പം നയനയും ആദർശവും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നയന ചോദിക്കുക, മുത്തശ്ശ വക്കീലിനെ കണ്ടോ, കേസൊക്കെ ഏൽപ്പിച്ചോ, എന്ത് പറഞ്ഞു വക്കീലെന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ, നരസിംഹ വക്കീൽ ഇപ്പോൾ കേസൊന്നും ഏറ്റെടുക്കുന്നില്ല, പകരം അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനുണ്ട് നവീൻ വക്കീൽ. അവൻ ഭയങ്കര മിടുക്കനാ, കോടതിയിലൊക്കെ തീ പാറുന്ന രീതിയിലാണ് വാദിക്കുന്നത്. അവനാണ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ കേസിൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. ഇനി അവന് വേണ്ട എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കണം. തെളിവുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് ഒക്കെ കൊടുക്കണം. അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടിയും കൊടുക്കേണ്ടി വരുമെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അവൾക്കെതിരെ എന്ത് തെളിവുകൾ വേണമെങ്കിലും ഞാൻ സംഘടിപ്പിച്ച് തരാം. കാരണം അവൾ ഇവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതുപോലൊക്കെ ഉണ്ടല്ലോ മുത്തശ്ശ, അതിനൊക്കെ ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലും ഉണ്ട്. പാലിൽ അവൾ വിഷം ചേർത്ത് വെച്ച് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതിനും നവ്യേച്ചിയെ കൊല്ലാനായിട്ട് വേണ്ടിയാണ് കൊടുത്തതെന്നും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഉള്ള തെളിവ് എൻ്റെ കയ്യിലും ഉണ്ട്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന സ്വർണം മുഴുവൻ അവൾ അമ്മയുടെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൈ കൊടുത്തുവിട്ട് വിറ്റില്ലേ, അതിൻ്റെ ഒരു സ്വർണ്ണമല്ലേ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ വന്നത്. അങ്ങനെ പല കാര്യങ്ങൾക്കും തെളിവുകളുണ്ട് മുത്തശ്ശ, നമുക്ക് എല്ലാ തെളിവുകളും നിരത്തി അവളെ അങ്ങ് പൂട്ടണം എന്ന് പറയാണ് നയന. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, ശരിയാ, അവൾക്കെതിരെ എന്ത് തെളിവ് വേണേലും ഞാൻ സംഘടിപ്പിച്ച് കൊടുക്കും. കാരണം അതുപോലുള്ള ദ്രോഹമാണ് ഈ കുടുംബത്തിനോടും എന്നോടും അവൾ ചെയ്തത്. അവസാനം കണ്ടില്ലേ, ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെ പേരിൽ അവൾ കേസ് കൊടുത്തു. എന്നാൽ എൻ്റെ അമ്മയുടെ പേരിലും അപ്പച്ചിയുടെ പേരിലും മാത്രം അവൾ കേസ് കൊടുത്തില്ല. എന്തുകൊണ്ടാണ് അവളത് ചെയ്യാതിരുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയല്ല ഇതിൽ അവൾ പെടുത്തേണ്ടത്. എന്നിട്ട് അതുപോലും ചെയ്തില്ല. കാരണം അമ്മ അവൾക്ക് എതിരല്ല എന്നറിയാം. ഇപ്പോഴും ഈ വീട്ടിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി നിൽക്കുന്ന ആളാ അമ്മ. അതുകൊണ്ട് അവൾ അറിഞ്ഞു തന്നെ കളിച്ചതാ. പിന്നെ അപ്പച്ചിയും അബിയും ഒക്കെ എന്താ ഒഴിവാക്കിയെന്ന് അറിയില്ല. അവരും അവൾക്ക് സപ്പോർട്ടായിരുന്നല്ലോ എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാ, അബി നല്ല രീതിയിൽ അനാമികയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ കേസ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അബി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അപ്പച്ചി അബിയൊക്കെ സന്തോഷിക്കുമായിരുന്നു അന്ന് അനാമികയുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോഴേക്കും. അപ്പോൾ അവരുടെ ഒരു കൈയും ഇതിൻ്റെ അകത്ത് കാണും. എന്തായാലും നമുക്കിത് വെച്ച് പൂട്ടണം എന്ന് പറയാം. അപ്പം നയന മുത്തശ്ശന് വീണ്ടും കോൺഫിഡൻസ് കൊടുക്കുകയാണ്. എന്തായാലും ആ നവീൻ വക്കീലിന് വേണ്ട തെളിവുകൾ ഞാൻ സംഘടിപ്പിച്ച് കൊടുക്കും. എൻ്റെ ആവശ്യമാണ് അവളെ പൂട്ടുക എന്നുള്ളത്. മുത്തശ്ശിക്കെതിരെ കേസ് കൊടുത്തെന്ന് അറിഞ്ഞപ്പം എൻ്റെ ഹൃദയം തകർന്നു പോയി. അവൾ അത്രയ്ക്ക് ദുഷ്ടിയാണോ എന്ന് ഓർത്തു പോയി മുത്തശ്ശ. അതുകൊണ്ട് നമുക്ക് അനാമികയ്ക്കെതിരെ എല്ലാ തെളിവുകളും ഞാൻ സമർപ്പിക്കണം. ഞാനും കോടതിയിൽ ഹാജരായി എല്ലാ തെളിവുകളും കൊടുക്കാം മുത്തശ്ശ എന്നൊക്കെ നയനയും പറയാം. അങ്ങനെ മുത്തശ്ശൻ റൂമിലേക്ക് കയറിപ്പോയി മുത്തശ്ശിയോടും ഈ വിവരങ്ങളൊക്കെ പറയുക. അപ്പോൾ മുത്തശ്ശിക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. മുത്തശ്ശി പറയുക, ഞാൻ സ്റ്റേഷനിലേക്കൊക്കെ പോകേണ്ടി വരുമായിരിക്കല്ലേ എന്ന് ചോദിക്കുക. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്നൊരു അറസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ തന്നെയും കൊണ്ടുപോകും. ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നും അല്ല, അതൊക്കെ കിട്ടും. താൻ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ പുറകെ നമ്മൾ പോകാമെന്നല്ലേ ഉള്ളൂ. എന്തായാലും അനിയുടെ ജീവിതം ഇപ്പം ഇങ്ങനെയൊക്കെ ആയില്ലേന്നൊക്കെ ചോദിക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ അഭിയും ജലജയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ജലജ പറയുന്നുണ്ട്, എടാ, കേസ് കൊടുത്തിരിക്കുക പോയി, അവൾക്ക് പണം കൊടുത്ത് ഒഴിവാക്കാനൊന്നും ഇവിടെയുള്ളവർ തയ്യാറല്ല എന്ന് പറയുക. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, ഒരു കണക്കിന് അത് നന്നായമ്മേ, അവളോട് ഇത്രയും പണം ചോദിക്കണമെന്നും കേസ് കൊടുക്കണമെന്നും വാർത്താ സമ്മേളനം നടത്തണമെന്നും ഒക്കെ എരിവ് കയറ്റി കൊടുത്തത് ഞാൻ തന്നെയാണ്. അത് ഈ വീട്ടിൽ ഒറ്റ ഒരെണ്ണത്തിന് അറിയില്ല. അത് എന്തിനാന്ന് വെച്ചാൽ ആദർശിനെയും മുത്തശ്ശനെയൊക്കെ ഒന്ന് എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്. ഏത് സമയം എന്നെ കുറ്റം പറഞ്ഞ് നടക്കുന്നവരല്ലേ അവരൊക്കെ. അപ്പോൾ അവരുടെ തനി സ്വഭാവം
എല്ലാവരും അറിയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. പക്ഷേ ഈ കുടുംബത്തിലെ പണം അങ്ങനെ കണ്ടവളുമാർ കൊണ്ടുപോയി സൂഹിക്കാൻ പറ്റില്ലല്ലോ. നമ്മ കൂടി അവകാശപ്പെട്ടതല്ലേ. വെറുതെ കോടികൾ ആ വേണുവിനും രേവതിക്കും ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഏതായാലും കേസ് കൊടുത്തത് നന്നായി. ഇതിലൊന്നും നമ്മൾ പെടാൻ പോകുന്നില്ല. ഇടയ്ക്ക് നിന്ന് ഞാൻ കളിക്കുന്നുണ്ടെങ്കിലും ആരും ഒറ്റ കുഞ്ഞു പോലും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ അനാമികയും അവളുടെ അച്ഛൻ വേണുവും രേവതിയും ഒക്കെ ജയിലിൽ കിടന്നാൽ നമുക്കെന്താ, കുഴപ്പമില്ലല്ലോ എന്ന് പറയാം. അപ്പം ജലജ പറയാ, അതെ, ആ നരസിംഹ വക്കീലിൻ്റെ അടുത്തോട്ട് ആ മുത്തശ്ശൻ പോയത്. അച്ഛൻ ചെന്ന് അയാളെ കണ്ട് പറഞ്ഞു കാണും. നേരത്തെ മുതൽ ഇവിടുത്തെ പല കേസുകളും ബാധിച്ചതും ജയിച്ചതും ഒക്കെ അയാളെ ഭയങ്കര ബുദ്ധിമാനാ. 1000 തലയുണ്ട്. അതുപോലെയുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അനാമികയുടെയൊക്കെ കാര്യം പോക്കാന്ന് പറയാം. അപ്പോൾ അബി പറയാണ്, അമ്മേ, അതുപോലെ തന്നെയാണ് അനാമികയുടെ വക്കീൽ നന്ദഗോപനും. അയാൾ ഒരു ക്രിമിനൽ വക്കീലാണെങ്കിലും സകല ക്രിമിനലുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. പണം കൊടുക്കുന്നതനുസരിച്ച് അയാൾ വാദിച്ച് ജയിക്കുകയും ചെയ്യും. എത്ര തറ കേസാണെങ്കിലും അയാൾ ഏറ്റെടുക്കുകയും ചെയ്യും. അയാളുടെ മുമ്പിൽ ജയിക്കണമെങ്കിൽ ഈ നരസിംഹത്തെ കൊച്ചുമോന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. ജലജ പറയുന്നുണ്ട്, പറ്റുമായിരിക്കും, ജയിച്ചാൽ മതി, പണം പോകാതിരിക്കും. പക്ഷേ അമ്മയുടെ പേരിൽ കൂടെ കേസ് കൊടുത്തതുകൊണ്ട് അച്ഛൻ നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. അച്ഛൻ മാത്രമല്ല, ജയേട്ടനും അജയേട്ടനും എല്ലാവരും നല്ല ദേഷ്യത്തിലാണ്. എല്ലാവർക്കും നല്ല സമാധാനക്കേടും ഉണ്ടടാ എന്ന് പറയണം. ആ ഇരിക്കട്ടെ, നമുക്കൊരു സൈഡിൽ കൂടെ കളി കണ്ടങ്ങ് രസിക്കാം എന്ന് അബിയും പറയുന്നുണ്ട് കേട്ടോ. അതേസമയം അനിയാണെങ്കിൽ പോയി നന്ദുവിനെ വീണ്ടും കാണുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്തിനാ അനി നീ ഇപ്പം എന്നെ കാണാനായിട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കാണണ്ടാന്ന്. അമ്മ ഇപ്പം നമ്മൾ ഫോൺ ചെയ്യുന്നത് കണ്ട് എന്നെ വഴക്ക് പറയുകയും കൂടെ ചെയ്തു. അമ്മ പറയുന്നത്, നീ അനിയെ വിളിക്കുവോ, അനിയുടെ പുറകെ നടക്കുവോ, എന്ത് വേണേലും ചെയ്തോ, പക്ഷേ CA സച്ചിനുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന. ആ CAയെ നീ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും അച്ഛനും ഇവിടെ മരിച്ചു വീഴുമെന്ന് പറയുകയാണ്. അപ്പോൾ അനി പറയാം, ആഹാ ഇത് കൊള്ളാവല്ലോ, നിൻ്റെ അമ്മയും അച്ഛനും മരിക്കും നീ CAയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ. ഞാൻ നിന്നെ വിവാഹം കഴിച്ചാലോ എൻ്റെ അമ്മ മരിക്കും. അങ്ങനെയാണ് ഇവരൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഒരു മരണം ഉറപ്പായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയാം, എടാ നിർത്തടാ, തമാശ പറയാതെ എന്ന് പറയുമ്പോൾ അനി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാ, ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയാലോ, നമ്മൾ രണ്ടും ഒന്നിച്ച് ജീവിക്കുന്നതിന് ഇവർക്കൊക്കെ എന്താ എതിർപ്പ്? ഇത്രയും നാളും ഞാൻ ആ അനാമികയുടെ കരവലയത്തിലായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒന്ന് പുറത്തിറങ്ങി നിന്റെ സ്നേഹം ശരിക്കും ഒന്ന് ആസ്വദിച്ച് വന്നപ്പോഴേക്കും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഈ വിവാഹത്തിന് സമ്മതിച്ച് അവിടെ വന്ന് ചോദിച്ചപ്പോഴേക്കും നിന്റെ അമ്മയ്ക്കും അച്ഛനും എതിർപ്പ്. ആ സച്ചിനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചു. അയാളെപ്പോലെ ഒരു ഫ്രോഡിനെ കെട്ടി ജീവിക്കേണ്ടവളാണോ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നന്ദു എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, എൻ്റെ അനി ഞാൻ ആലോചിക്കുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാവുന്നുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, അച്ഛനും അമ്മയും ഇങ്ങനെ വാശി പിടിച്ച് എന്താ ചെയ്യുക? അപ്പോൾ അനി പറയാം, എന്ത് വാശി പിടിച്ചാലും നമ്മൾ രണ്ടും ഒന്നാവും, മരിക്കുന്നവരൊക്കെ അങ്ങ് മരിക്കട്ടെ എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല അനി, നമ്മൾ കുറച്ചുകൂടി സാവകാശം കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ അനി പറയാം, എത്ര നാൾ വേണേലും നമുക്ക് കാത്തിരിക്കാം, എന്തായാലും നമ്മൾ ഒന്നായി തീരുമെന്ന് അനിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുന്നോട്ട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് അനി പോവാണ് നമ്മുടെ നവീൻ വക്കീലിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നവീൻ വക്കീൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ആ അനാമികയെ വഴി വെച്ച് അടിക്കാൻ പോയത്? അതല്ലേ ഇപ്പം ഇത്രയും പ്രശ്നം ഉണ്ടായത്, ഇല്ലെങ്കിൽ ഈ കേസിന് വലിയ ബലമൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശനെ വളരെ മോശമായിട്ടാണ് അവൾ പറഞ്ഞത്. അവളെക്കുറിച്ച് താങ്കൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലല്ലോ. വക്കീൽ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയൊന്നും അല്ല അവളും അവളുടെ അച്ഛനും അമ്മയും തനി ഫ്രോഡുകളാണ്. വക്കീലിനറിയോ, അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എതിരെ വേറെ പല ഫ്രോഡ് കേസുകളും കിടപ്പുണ്ട് കോടതിയിൽ. പലരെയും പണം വാങ്ങിച്ച് പറ്റിക്കുകയും അങ്ങനെ കള്ളത്തരത്തിൽ നടക്കുകയും ആൾമാറാട്ടം നടത്തുകയും ഒക്കെ ചെയ്ത കേസുകളുണ്ട്. അങ്ങനെ ഒരു ആൾമാറാട്ടം നടത്തി തന്നെയാണ് ഞങ്ങളുടെ വിവാഹവും നടന്നത് എന്ന് അനി പറയാം. അപ്പോൾ വക്കീൽ ചോദിക്കുക, അതെങ്ങനെ ഒരു ആൾമാറാട്ടം നടന്നതെന്നാണ് പറഞ്ഞത്, എന്താ താൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അനി പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അനാമികയെ വിവാഹം കഴിക്കാൻ പോയെന്നുള്ളത് സത്യമാണ്. അനാമിക എൻ്റെ പുറകെ നടന്നതാണ്. എന്നിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീട്ടിൽ നേരിട്ട് വന്ന് വിവാഹം ആലോചിക്കുകയായിരുന്നു. അന്നും എൻ്റെ മനസ്സിൽ നന്ദു ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർ നേരിട്ട് വന്ന് വീട്ടിൽ ആ വിവാഹം ഉറപ്പിച്ചപ്പം പിന്നെ അത് മാറ്റിപ്പറയാൻ മേലാത്തൊരു അവസ്ഥയായി പോവുകയായിരുന്നു ചെയ്തത്. അനാമിക വീട്ടിൽ വന്ന് അറിയിച്ചത് അവർ കോടീശ്വരന്മാരാണെന്നാണ്. അനന്തപുരിയെ പോലെ തന്നെ അന്തസ്സും ആഭിജാത്യവും പണവും ഒക്കെ ഉള്ളൊരു വലിയ കുടുംബത്തിലെ പെണ്ണാണ് എന്നാണ് അവർ വീട്ടിൽ പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന അനാമികയ്ക്കും വേണുവിനും രേവതിക്കും ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീട് പോലും അവർക്കില്ല.
ആ പറഞ്ഞത് കള്ളത്തരമല്ലേ? ഞങ്ങളെ പറ്റിക്കുകയല്ലായിരുന്നോ? അനന്തപുരിയിലുള്ളവരെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു. ഇല്ലാത്ത ആഡംബരങ്ങൾ ഉണ്ടെന്ന് കാണിച്ച് പറ്റിക്കുകയായിരുന്നു. വിവാഹശേഷം ഒരു കാറ് കൊണ്ടു തന്നു, പക്ഷേ അത് പിന്നീട് കണ്ടിട്ടില്ല. അതുപോലെ ഒരുപാട് പണവും സ്വത്തും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനന്തപുരിയിലെ സ്വത്തുക്കൾ കൈയടക്കാൻ നോക്കുമായിരുന്നു. എൻ്റെ വല്യമ്മ അനാമികയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്ത കുറേ സ്വർണം അത് അവൾ അനന്തപുരിയിൽ നിന്ന് കൊണ്ടുപോയി അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുത്ത് അത് വിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ടത് മോഷ്ടിച്ചില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഏടത്തിയുടെ തലയിലേക്ക് അത് വെച്ച് കെട്ടുകയും ചെയ്തു. ഏടത്തിയാണത്രേ ആ സ്വർണം മോഷ്ടിച്ചതെന്ന് പറഞ്ഞ്. അതുപോലെ പല പല കള്ളത്തരങ്ങളും അനന്തപുരിയിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഈ അനാമിക. അതുപോലെ അവളുടെ സ്വഭാവ മഹിമയും നല്ലതല്ല. അവൾക്ക് പുറത്ത് പല ആൺകുട്ടികളുമായിട്ട് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അവൾക്ക് വേറൊരു കാമുകനുണ്ട്, അവനുമായിട്ട് കറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. എന്നെ അവൾക്ക് വിവാഹം കഴിച്ചത് പണത്തിന് വേണ്ടി മാത്രമാണ്. അത് അവൾ പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല, എൻ്റെ വല്യമ്മ കരൾ നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ മരണത്തോട് മല്ലിടിച്ച് കിടക്കാൻ കാരണവും ഈ അനാമികയാണ്. അവള് എൻ്റെ ഏടത്തെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് പാലിൽ വിഷം ചേർത്ത് വെച്ചതാണ്. ആ വിഷം എൻ്റെ വല്യമ്മ എടുത്ത് കുടിച്ച് ആണ് ആശുപത്രിയിലായത്. അതൊരു നല്ല കാര്യമല്ലേ? കേസിന് ബലം കിട്ടില്ലേന്ന് ചോദിക്കുക. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഇതൊക്കെ സ്ട്രോങ് എവിഡൻസ് ആണ്, ഇതിനൊക്കെ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്, ഈ പാലിൽ വിഷം ചേർത്തതിനൊക്കെ. അപ്പോൾ അനി പറയാണ് തീർച്ചയായും ഉണ്ട്, ഇതിനൊക്കെ എവിഡൻസ് ഉണ്ട്. എൻ്റെ ഏടത്തിയുടെ കയ്യിൽ ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഉണ്ട്, എവിഡൻസ് ഒക്കെ ഉണ്ട്. ഇതിനുള്ള തെളിവുകളെല്ലാം ഏടത്തിക്ക് ഹാജരാക്കാമെന്നാണ് പറഞ്ഞത്. നയനേടത്തിക്ക് നല്ല രീതിയിൽ അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ അറിയാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വക്കീൽ പറയുന്നതൊക്കെ ഇത് സ്ട്രോങ് എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വാദിച്ച് ജയിക്കാം. അവൾ പണത്തിന് വേണ്ടി അനന്തപുരിയിൽ വന്ന് ഇല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് പറയാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടും, യാതൊരു കോമ്പൻസേഷനും കൊടുക്കാതെ. അവിടെയുള്ളവരെ ക്രൂശിക്കുക മാത്രമായിരുന്നു അനാമികയുടെ ലക്ഷ്യമെന്ന് നമുക്ക് വായിച്ചറിയാം എന്നൊക്കെ പറയാണ്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഇതിനൊക്കെ അനന്തപുരിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു സപ്പോർട്ട് കാണും. അതുകൊണ്ടല്ലേ അവൾ അന്ന് വാർത്താ സമ്മേളനമൊക്കെ നടത്തി ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്. അപ്പോഴേക്കും അനി പറയാം ശരിയാ, അത് കാണും. അതിൽ ആ സപ്പോർട്ട് കൊടുക്കാൻ ഉള്ള ഒന്നാമത്തെ ആൾ എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ അവളെ വല്ലാതെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട് അമ്മ പറയുന്നത് കൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അതുമല്ല, വീട്ടിലുള്ളവർക്കെതിരെ കേസ് കൊടുക്കാനും വാർത്താ സമ്മേളനം നടത്താനും ഒക്കെ അനിയുടെ അമ്മ പറഞ്ഞു കൊടുക്കുകയോ എന്ന് ചോദിക്കുമ്പോൾ അനി പറയാ അതൊന്നും അമ്മ ചെയ്യില്ല. കുടുംബം തകർക്കാനുള്ള കാര്യങ്ങളൊന്നും അമ്മ ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അതിൻ്റെ ഏട്ടൻ അബിയായിരിക്കും. അബിയും അപ്പച്ചിയും അവർ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും കുടുംബത്തിനെ നശിപ്പിക്കാൻ ഏതൊക്കെ വഴിയുണ്ടെന്നും ആദർശേട്ടനെയും നയനേടത്തെയും മുത്തശ്ശനെയൊക്കെ നാണം കെടുത്താൻ എന്തെല്ലാം വഴിയുണ്ടെന്നും ഒക്കെ നോക്കി നടക്കുന്നവരാ. അവരായിരിക്കും ചിലപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറയാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എവിഡൻസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ വാദിച്ച് ജയിക്കാൻ കാരണമാവും. ഇവരൊന്നിച്ച് പ്ലാൻ ചെയ്ത് കുടുംബത്തെ നാറ്റിക്കാൻ ശ്രമിച്ചതാണെന്നുള്ള ഒരു തെളിവ് കിട്ടണമെന്ന് പറയാണ് നവീൻ വക്കീൽ. അങ്ങനെ കോൾ റെക്കോർഡ്സ് ഒക്കെ എടുക്കാം അബിയുടെ. അബി എത്ര പ്രാവശ്യം അനാമികയെ കോൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമുക്ക് എടുക്കണം. അവർ വല്ലയിടത്തും വെച്ചൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിഷ്വൽസ് CCTV വിഷ്വൽസ് ഒക്കെ നമുക്ക് എടുക്കണം. അതൊക്കെ കോടതി സബ്മിറ്റ് ചെയ്താൽ ഇതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് മറ്റുള്ളവരെ നാണം കെടുത്താൻ വേണ്ടി നടത്തിയ പരിപാടിയാണെന്നുള്ള കാര്യം തെളിയിക്കാൻ പറ്റും ഈസി ആയിട്ട്. അതുകൊണ്ട് അബിക്കെതിരെ തെളിവുകൾ കണ്ടെത്തണം എന്ന് പറയണം. അങ്ങനെ അബിയുടെ കോൾ റെക്കോർഡ്സ് ഒക്കെ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ നവീൻ വക്കീൽ. അങ്ങനെ പോയിട്ട് അബി അനാമികയെ പല പ്രാവശ്യവും വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേണുവിനെയും പല പ്രാവശ്യം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകളും വോയിസുകളും എല്ലാം എടുക്കുകയാണ് അവരയച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടുമ്പം ഏകദേശ ധാരണയാവുകയാണ് കേട്ടോ അബിയാണ് ഇതിൻ്റെ പിന്നിലെ സൂത്രധാരൻ എന്നുള്ളതിൻ്റെ. അതിൻ്റെ വ്യക്തമായ രേഖകളും വക്കീലിന് കിട്ടുകയാണ്. ഇതൊക്കെ ആയിട്ട് നമ്മുടെ അനന്തപുരിയിലെത്തുക വക്കീൽ. എന്നിട്ട് അബിയെ വിളിച്ചിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ? അനാമിക ഇത്രയധികം ഇളക്കി വിട്ടിരിക്കുന്നത് അബിയാണ്. എത്ര പ്രാവശ്യം ഒരു ദിവസം തന്നെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുക. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ ചോദിക്കുക എടാ അബി, അപ്പം നീയായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ? സ്വന്തം കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനാ നീയല്ലേ? നീയും നിൻ്റെ അമ്മയും ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.
പക്ഷെ നിനക്കെതിരെ ദേ തെളിവുണ്ട്. ഈ കുടുംബത്തിനെതിരെ നീയും അനാമികയും വേണു ഒക്കെ കൂടി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇതുപോലുള്ള വാർത്താ സമ്മേളനങ്ങളും കേസുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിന് തെളിവുണ്ട്. ഇത് ഒറ്റ ഒരെണ്ണം മതി ഈ കേസ് തള്ളിപ്പോകാനും അനാമികയും അതുപോലെ അബിയും ഒക്കെ പൂട്ടാനും. ഇതറിയാവോ എന്ന് വക്കീൽ ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, വക്കീൽ നീങ്ങിക്കോ, ഇവൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെ അറസ്റ്റ് ചെയ്യണം. ഇവൻ ഈ കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവനാ. നിനക്ക് എങ്ങനെ തോന്നിയടാ നിന്റെ മുത്തശ്ശിക്കെതിരെ കൂടി കേസ് കൊടുക്കാൻ? ആ നാണം കെട്ടവളോട് പറയാനായിട്ട്. നീ അല്ലടാ ഇതിൻ്റെയൊക്കെ പിന്നിൽ. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവൻ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെയും കേസ് കൊടുത്ത് ഇവനെ അകത്താക്കണം എന്ന് പറയാണ് മുത്തശ്ശൻ. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മുത്തശ്ശൻ, ഞാനങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും മുത്തശ്ശൻ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറയാതെ, ഇത്രയധികം തെളിവുകൾ നിനക്കെതിരെ ഉണ്ട്, ഇനി നീ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വാക്ക് ഇവിടെ മിണ്ടിപ്പോകരുതെന്ന് പറയാണ്. അങ്ങനെ അബി കൂടിയാണ് അനാമികയുമായിട്ട് കളിച്ച് ഈ കേസ് കൊടുത്തതെന്നും കുടുംബം തകർക്കാൻ ശ്രമിച്ചതെന്നും ഒക്കെ ഉള്ള വിവരം അനന്തപുരിയിൽ എല്ലാവരും അറിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്